ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം പരിപാടിയിലേക്ക് സ്വാഗതം. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 32-ാം അധ്യായം 1-2 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. പ്രിയമുള്ളവരെ, കുറ്റവിമുക്തനാക്കപ്പെട്ടവൻ്റെ സന്തോഷം നമുക്ക് ആനുകാലികമായി തന്നെ പല രീതിയിൽ കണ്ടു പരിചയമുള്ള ഒരു കാര്യമാണ്. പ്രമാദമായ കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നവർ, പത്രമാധ്യമങ്ങൾ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നവർ, ഇവരൊക്കെ കോടതി മുറിയിൽ എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ കുറച്ചുനാൾ കഴിഞ്ഞ് ഉന്നത നീതിന്യായ കോടതി ആ വ്യക്തി കുറ്റവിമുക്തനാണെന്ന് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഈ വാക്യം കേട്ടിട്ട് പുറത്തേക്കിറങ്ങുന്ന ഈ പ്രതിയുടെ അടുക്കൽ കാത്തുനിന്നിരുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയാണ്. അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുവാനായി അവിടെ പുറത്തു നിന്നിരുന്ന പോലീസുകാർ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ നടന്നു മാറുകയാണ്. ഈ വ്യക്തി അവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ ആരും അദ്ദേഹത്തെ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ കുറ്റവിമുക്തമാക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയെക്കുറിച്ച് വാർത്തകൾ കൊടുക്കാൻ ചാനലുകൾക്ക് പോലും താല്പര്യമുണ്ടാവില്ല. ഇങ്ങനെ എല്ലാവിധത്തിലും സ്വതന്ത്രനായി ഈ വ്യക്തി കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു കാഴ്ച തന്നെയാണ്. ആ വ്യക്തിയുടെ മുഖത്ത് ഉള്ള ആനന്ദം കുറ്റവിമുക്തനാക്കപ്പെട്ടവന്റെ ആനന്ദമാണ്. പ്രിയമുള്ളവരെ, പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാവർക്കും മനസ്സിലായിരിക്കേണ്ട ഒരു കാര്യം, എല്ലാ വ്യക്തികളും ഇതുപോലെ ഒരു ന്യായപീഠത്തെ സമീപിക്കേണ്ടി വരും, ഒരു വിധിവാചകം കേൾക്കേണ്ടി വരും. ഈ ഭാരതത്തിലോ ഈ ലോകത്തിലെ ഏത് മഹോന്നത കോടതിയിലോ എത്ര വലിയ വിധിയാളനായി ജോലി ചെയ്ത വ്യക്തിയാണെങ്കിലും ഈ വിധിയാളന്റെ മുമ്പിൽ ഒരു ദിവസം വരേണ്ടി വരും. അന്ന് കുറ്റവിമുക്തനാക്കപ്പെട്ട സ്വാതന്ത്ര്യത്തോടുകൂടി നടന്നു നീങ്ങാനാവുന്നവനാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരുടെ ഗണത്തിൽ വരുന്നതെന്നാണ് ഈ സങ്കീർത്തനം നമ്മളോട് പറഞ്ഞു തരുന്നത്. അങ്ങനെയെങ്കിൽ ഈ കുറ്റവിമുക്തിക്ക് വേണ്ടി നമ്മളെ പ്രാപ്തമാക്കുന്നത് എന്താണ്? അതിന് തക്കതായ എന്തെങ്കിലും സംവിധാനങ്ങൾ ഈ ലോകത്തിലുണ്ടോ? നമുക്ക് കാണാം, സ്നാപക യോഹന്നാൻ ഒരു ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം, അവൻ പാപമോചനത്തിനുള്ള മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. വീണ്ടും നമ്മൾ കാണുന്നത് മത്തായി 3:6 അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ഇങ്ങനെ അനുതാപത്തിന്റെ പാപ വിമോചനത്തിന്റെ ഒരു ശുശ്രൂഷ നമുക്ക് സ്നാപക യോഹന്നാന്റെ പ്രവൃത്തികൾ കാണുകയാണ്. ആളുകളെല്ലാം ഓടി വരികയാണ്, പാപങ്ങളൊക്കെ ഏറ്റുപറയുകയും അവർ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയുമാണ്. ഇതുപോലെ, എന്നാൽ ഇതിനേക്കാൾ വ്യക്തവും കൃത്യവുമായ രീതിയിൽ ഒരു വ്യക്തിയെ പാപവിമോചിതനാണെന്ന വിധിവാചകം ഉച്ചരിച്ചുകൊണ്ട് ഇനി ഈ പാപം നിന്നെ അലട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വതന്ത്രമാക്കുന്ന ഒരു ശുശ്രൂഷ നമ്മൾ കാണുന്നത് യേശുവിൻ്റെ ജീവിതത്തിൽ തന്നെയാണ്. അവൻ പരസ്യ ജീവിതത്തിൽ കർത്താവ് ഇങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു രോഗിയെ ശയ്യയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ ശയ്യയിൽ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് അവനോട് പറയുകയാണ്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട. അപ്പോൾ ആളുകൾ പെറുപെറുത്തു. ഇങ്ങനെ പറയാൻ ഒരാൾക്ക് സാധിക്കുമോ? കർത്താവ് 100% മനുഷ്യനും 100% ദൈവവുമാണ്. അങ്ങനെയാണല്ലോ. അപ്പോൾ അവർ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയാൻ ഒരു മനുഷ്യന് സാധിക്കുന്നത് എങ്ങനെയാണ്? ഈശോ അവരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ്, മത്തായി 9:6 ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത് എന്ന് പറഞ്ഞിട്ട് കർത്താവ് അവനെ സുഖപ്പെടുത്തുകയാണ്. അവനോട് എഴുന്നേറ്റ് നടക്കാൻ പറയുകയാണ്, കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ പറയുകയാണ്. ഉടൻ തന്നെ അത് സംഭവിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെ ജനങ്ങൾ പറയുന്നൊരു അഭിപ്രായമുണ്ട്. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ചെയ്ത നിരവധി ശുശ്രൂഷകൾ നമ്മൾ ലോകത്ത് ഇപ്പോഴും കാണുന്നുണ്ട്. രോഗികൾ സുഖമാകുന്നു,
അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. വളരെ ബന്ധനത്തിലായിരുന്നവരുടെ ബന്ധനങ്ങൾ അഴിയുന്നു. എന്നാൽ യേശുക്രിസ്തു ചെയ്ത ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് തൻ്റെ വാക്കുകൾ കൊണ്ട് നിന്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വ്യക്തിയോട് പറഞ്ഞ് അവൻ്റെ പാപങ്ങൾക്കെല്ലാം ക്ഷമ കൊടുക്കുന്ന ഒരു പാപവിമോചനത്തിൻ്റെ ശുശ്രൂഷ. ആ ശുശ്രൂഷ ഇന്ന് നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? നമുക്ക് കാണാം ഈശോയുടെ ജീവിതത്തിൽ തന്നെ ഈ ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരം, രോഗികളെ സുഖപ്പെടുത്താനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും അതുപോലെ തന്നെ വചനം പ്രസംഗിക്കാനും ഒക്കെ അധികാരം കൊടുത്ത യേശു തന്നെ ഈ ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് കൈമാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. നമുക്കറിയാവുന്ന വചനമാണ്. പ്രിയമുള്ളവരെ, യേശു തൻ്റെ ഈ അധികാരം ശിഷ്യന്മാർക്ക് കൈമാറുകയാണ്. രോഗികളെ സുഖപ്പെടുത്തുന്നത് പോലെ തന്നെ, ദുഃഖങ്ങൾ തുടച്ചു മാറ്റുന്നത് പോലെ തന്നെ, പിശാചിനെ ഓടിക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തി ചെയ്ത പാപത്തിന്റെ കറ അവനിൽ നിന്ന് നീക്കിക്കളയുവാൻ, അതിന്റെ ചങ്ങല അഴിച്ചു വിടുവാൻ തൻ്റെ ശിഷ്യർക്ക് കർത്താവ് പാപമോചനം നൽകാനുള്ള അധികാരം കൈമാറുന്ന ഒരു വചനമാണിത്. ഈ ശുശ്രൂഷ നമ്മൾ എവിടെയാണ് കാണുന്നത്? അപ്പസ്തോലിക സഭയുടെ അപ്പസ്തോലിക അധികാരത്തിൽ ഈ ശുശ്രൂഷയുടെ ഒരു എക്സസൈസ് നമ്മൾ കാണുന്നുണ്ട്. അത് കുമ്പസാരക്കൂട്ടിലാണ്. നമുക്കറിയാമല്ലോ, കർത്താവിൻ്റെ എല്ലാ ശുശ്രൂഷകളും കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അതിൻ്റെ സൂചന നമുക്ക് അപ്പസ്തല പ്രവർത്തനങ്ങളിൽ കാണാം. യൂദാസ് പോയപ്പോൾ വേറൊരാൾ മുളച്ചു വരികയല്ല. യൂദാസ് പോയപ്പോൾ അപ്പസ്തലന്മാർ ചേർന്ന് അവന് പകരക്കാരനെ നിയമിക്കുകയാണ്. നമുക്കറിയാം, ഡീക്കന്മാരെ നിയമിക്കുന്ന സംഭവം അപ്പസ്തല പ്രവർത്തനങ്ങളിലുണ്ട്. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തിരുവത്താഴ ശുശ്രൂഷയുടെ അധികാരം ശിഷ്യന്മാർ മറ്റൊരു സംഘത്തിന് കൈമാറുകയാണ്. ഇതാ വിശുദ്ധ കുർബാന അതിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള അധികാരം കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് അപ്പസ്തല പ്രവർത്തനങ്ങളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ അപ്പസ്തലന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ യേശു കൈമാറിയതുപോലെ യേശു നൽകിയ അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഇടവകയിലെ ഒരു വികാരിയച്ഛനെ എടുത്ത് നോക്കിയാൽ, ഈ വികാരിയച്ഛൻ നമ്മുടെ അപ്പസ്തോലിക സഭയുടെ ഒരു വലിയ ദൈവത്തിൻ്റെ പ്രതിനിധി ആയതുകൊണ്ട് അച്ഛനെ ഒരു ബിഷപ്പാണ് വൈദിക പദവി നൽകി അനുഗ്രഹിച്ചത്, ആ പദവി നൽകി ആശീർവദിച്ചത്. ആ ബിഷപ്പിൻ്റെ ഒരു പേര് വിവരം നമുക്ക് അറിയാൻ സാധിക്കും. ഈ പിതാവിനെ, ഈ മെത്രാനാക്കിയത് മറ്റൊരു മെത്രാനാണ്. ആ മെത്രാന്റെ വിവരം നമുക്ക് അറിയാൻ സാധിക്കും. ആ മെത്രാനെ മെത്രാനാക്കിയത് മറ്റൊരു മെത്രാനാണ്. അദ്ദേഹത്തിന്റെ വിവരം നമുക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ പുറകോട്ട് പോയാൽ ഏറ്റവും അവസാനം ഒരാളുടെ കരം നമുക്ക് കാണാം. അത് യേശുവിൻ്റെ കരമാണ്. അപ്പസ്തോലന്മാർ കൈമാറ്റം ചെയ്യപ്പെട്ട അധികാരമാണ് നമ്മുടെ ഇടവകകളിൽ ഇരിക്കുന്ന പുരോഹിതന്മാരിലുള്ളത്. ഈ പുരോഹിതന്മാരുടെ അടുക്കൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യേശു നടത്തിയ ഈ പ്രധാനപ്പെട്ട ശുശ്രൂഷ, പാപം വിമോചനം നൽകുവാനുള്ള, മോചനം കൊടുക്കുവാനുള്ള ശുശ്രൂഷ അവരിലൂടെ നിറവേറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഒരു നല്ല കുമ്പസാരം നടത്തുന്ന വ്യക്തിക്ക് നമ്മൾ ആദ്യം പറഞ്ഞ കുറ്റവിമുക്തനാക്കപ്പെട്ടവന്റെ സന്തോഷം, ഈ കുമ്പസാരിക്കാൻ കൂട്ടിലേക്ക് പോകുന്നവനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സങ്കീർത്തകൻ എഴുതി വച്ചിരിക്കുന്നത്, അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ച കുമ്പസാരക്കൂട്ടിലേക്ക് പോയി തിരിച്ചു വരുന്നവൻ ഭാഗ്യവാൻ. ഒരു പ്രവചനം പോലെ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്ന ഒരു വാക്യമാണിത്. പ്രിയമുള്ളവരെ, ദുബായിലെ പ്രീച്ചിങ് മിനിസ്ട്രിയുടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആ വ്യക്തികൾ ഓരോരുത്തരായി ഞങ്ങൾ പങ്കുവെക്കേണ്ട വിഷയങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആൻസൺ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ മനോഹരമായ ഒരു വ്യാഖ്യാനം ഇതിന് നൽകി. അദ്ദേഹം ഒരിക്കൽ ഉണ്ടായ ഒരു സംശയം ദൂരീകരിക്കുവാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ്. അതായത്, ദൈവം ആദ്യം ഒരു അധികാരം മനുഷ്യർക്കും മറ്റു ജീവികൾക്കും കൈമാറിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ദൈവമാണ് ആദ്യം എല്ലാം സൃഷ്ടിച്ചത്. എന്നാൽ പിന്നീട് ഒരു സൃഷ്ടി നടത്തുവാനുള്ള അധികാരം ദൈവം താൻ സൃഷ്ടിച്ച ജീവികൾക്ക് കൈമാറുകയാണ്. ദൈവം ഇന്ന് ഒരു മനുഷ്യനെയും നേരിട്ട് സൃഷ്ടിക്കുന്നില്ല. മനുഷ്യർക്ക് നൽകിയ അധികാരം മനുഷ്യർ ഉപയോഗിക്കുമ്പോൾ മനുഷ്യരോട് ചേർന്നാണ് ദൈവം ആ പ്രവൃത്തി ചെയ്യുന്നത്. ദൈവം ഈ അധികാരം നൽകിയിട്ടില്ലാത്ത സൃഷ്ടവസ്തുക്കളുണ്ട്. കല്ലുകൾ, പർവ്വതങ്ങൾ, മണൽത്തരികൾ. ഇതിനൊന്നിനും ദൈവം ഈ അധികാരം കൊടുക്കാത്തത് കാരണം ഇതിനൊന്നിനും പുതിയതായി ഒന്നിനെയും സൃഷ്ടിക്കാനും ആവുന്നില്ല.
അപ്പോ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, ദൈവം സൃഷ്ടിക്കാനുള്ള അധികാരം കൈമാറിയതിനു ശേഷം പിന്നീട് ദൈവം അവരോട് ചേർന്നാണ് സൃഷ്ടി നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവും അതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടുന്ന് തൻ്റെ ഒരു വിശിഷ്ടമായ അധികാരം സഭയിലെ തൻ്റെ ശിഷ്യർക്ക് കൈമാറിയതിനു ശേഷം ഇന്ന് പാപമോചനം സാധ്യമാകണമെങ്കിൽ ദൈവം ആ ശിഷ്യരോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവരിലൂടെ ദൈവം ഈ പാപമോചനം നൽകുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഒരു ധ്യാനിപ്പിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച, കുംഭസാരത്തിൻ്റെ ദിവസം വരെ നമുക്ക് വളരെയധികം അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, വളരെ കഠിന ഹൃദയരായിരിക്കുന്ന പല വ്യക്തികളും, ഒരുപാട് പേര്, മിക്കവാറും ആളുകൾ അങ്ങനെ ആയിരിക്കും. വലിയ അസ്വസ്ഥതാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ആദ്യ ദിവസങ്ങൾ ധ്യാനങ്ങളിൽ പോവുക. ഇവരെ ഒന്ന് ഇരുത്താൻ തന്നെ പ്രയാസമാണ്. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്കൊരു സ്വാതന്ത്ര്യം പോലും കിട്ടാറില്ല. എന്നാൽ നമുക്ക് വളരെ നിസ്സാരരെന്ന് തോന്നുന്ന പ്രായമൊക്കെയുള്ള വൈദികർ വന്നിട്ട് ഈ ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് അവരാരും സ്റ്റേജിലേക്കൊന്നും വരില്ല. അവരൊരു മൂലയ്ക്കിരുന്ന് ഈ ആളുകളെ മുഴുവൻ കുമ്പസാരിപ്പിക്കും. കുമ്പസാരിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു വരുമ്പോൾ ധ്യാനിപ്പിക്കുന്ന അൽമായർക്കാണ് ഏറ്റവും കൂടുതൽ വൈദികരുടെ ഈ ഒരു പവർ നന്നായിട്ട് അറിയാം. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിയോ. കുമ്പസാരം കഴിഞ്ഞ ആളുകൾ ധ്യാനിക്കാനായി വന്നിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവരുടെ മേൽ കാണുന്നൊരു സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യം അവരെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്ന പാപത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞതിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നിസ്സാരമായ ഒരു കാഴ്ചപ്പാട് മതി. അതിനുശേഷം ഒന്ന് സ്തുതിക്കാൻ പറഞ്ഞാൽ, അതിനുശേഷം ഒന്ന് ആരാധിക്കാൻ പറഞ്ഞാൽ അവരുടെ ഹൃദയം തുറക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ വ്യക്തമായി പറയുകയാണ്, അവരുടെ ആശീർവാദത്തിലൂടെ പിശാചിൻ്റെ കെട്ടുകൾ അഴിഞ്ഞ് ആ വ്യക്തികൾ സ്വതന്ത്രമാവുന്നുണ്ട്. ഇത് നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഈ ശുശ്രൂഷ ഇന്നും തുടരുന്നുള്ളതിൻ്റെ തെളിവ്, അല്ലെങ്കിൽ ഇത് അപ്പസ്തല കാലഘട്ടത്തിലും തുടർന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവ് യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു രോഗി ലേപനത്തെക്കുറിച്ചൊരു പരാമർശമാണ്. പക്ഷെ അവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കട്ടെ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അവന് മാപ്പ് നൽകും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങളേറ്റു പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവൻ. പ്രിയമുള്ളവരെ, ഇവിടെ സഭയുടെ ശ്രേഷ്ഠന്മാർ വന്ന് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പാപം ക്ഷമിക്കുമെന്ന് വ്യക്തമായി പറയുകയാണ്. വീണ്ടും നമ്മളോട് വചനം ആവശ്യപ്പെടുന്നത് ശ്രേഷ്ഠന്മാരെ സമീപിച്ച് പാപവിമോചനത്തിനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരോട് പറയണമെന്ന് തന്നെയാണ്. ഇത് രോഗ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നിടത്താണേലും ഒരു ശ്രേഷ്ഠന്റെ പ്രാർത്ഥന കർത്താവ് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ ഇടയാക്കും, സഭയിലെ ശ്രേഷ്ഠന്റെ എന്ന് വ്യക്തമായി എടുത്തു പറയുന്ന ഈ ഭാഗത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആദിമ സഭയിൽ തന്നെ ഈ സഭാശ്രേഷ്ഠന്മാരുടെ പ്രാർത്ഥനയിലൂടെ പാപങ്ങൾ വിമോചിപ്പിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷ നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷ നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കെ നമ്മൾ എത്രമാത്രം ആഗ്രഹത്തോടു കൂടിയാണ് ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നത്, എത്രമാത്രം തയ്യാറെടുത്താണ് ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ വ്യക്തമാണ്. ഇനി നമ്മൾ നേരിട്ട് ദൈവത്തോട് പറയുകയല്ല, ദൈവം ഒരു കൂട്ടരെ ഏൽപ്പിച്ചു കഴിഞ്ഞുവെങ്കിൽ നമ്മൾ അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അത് മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ അത് വിശദമാക്കി തരാം. ഈ പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുക എന്ന് പറയുന്നിടത്ത് ചില ആളുകൾ വിചാരിക്കുന്നത്, ഞാൻ ഒരാളോടൊരു തെറ്റ് ചെയ്തു, അപ്പോൾ ഒരാൾ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടതാണ്, ഈ വചനത്തിന് അങ്ങനെയേ ഉള്ളൂ അർത്ഥമെന്ന് പറഞ്ഞ്. പാപം ഒരാളോട് ചെയ്തു, ഒരാളോട് ദോഷം ചെയ്തു, ആ വ്യക്തിയുടെ അടുത്ത് പോയി ഞാൻ മാപ്പ് പറയണം, ഞാൻ ഇങ്ങനൊരു തെറ്റ് നിന്നോട് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. അങ്ങനെയാണ് യേശു ഉദ്ദേശിച്ചത്. അല്ലാതെ ഈ സഭാശ്രേഷ്ഠനോട് മാപ്പ് പറയണം അല്ലെങ്കിൽ അദ്ദേഹത്തോട് സോറി പറയണമെന്നല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏറ്റു പറയണമെന്നല്ല ഉദ്ദേശിച്ചതെന്നാണ് ചില വ്യക്തികൾ ഇത് വ്യാഖ്യാനിക്കുന്നത്. തീർച്ചയായിട്ടും കർത്താവ് നമ്മളൊരു വ്യക്തിയോട് തെറ്റ് ചെയ്താൽ കുമ്പസാരിക്കുന്നതിന് മുൻപ് കർത്താവ് പറയുന്നുണ്ടല്ലോ, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് നീ പ്രതിയോഗിയുടെ വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെട്ടുകൊള്ളുക. കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്, നമ്മളൊരാളോട് തെറ്റ് ചെയ്താൽ അയാളോട് രമ്യതപ്പെടണം. അത് കർത്താവിൻ്റെ ഒരു നിയമമാണ്. രമ്യതപ്പെട്ടതിന് ശേഷമാണ് നമ്മൾ കുമ്പസാര കൂട്ടിലേക്ക് പോകേണ്ടത്. എന്നാൽ ഈ ഒരു വ്യാഖ്യാനം എല്ലായിടത്തും നമുക്ക് നടക്കത്തില്ല. ഉദാഹരണത്തിന്, നമ്മൾ ഒരാളെ കൊന്നതിന് ശേഷം സംഭവിക്കാതിരിക്കട്ടെ, കൊന്നതിന് ശേഷം ആ വ്യക്തിയോട് നമ്മൾ എങ്ങനെ മാപ്പ് പറയും? ആരോട് നമ്മൾ മാപ്പ് പറയും? പ്രിയമുള്ളവരെ, 10 വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചൊരു മനുഷ്യൻ,
അവൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു, ദൈവത്തിൻ്റെ കൃപയാൽ സെറ്റിലായി, അവള് ഭർത്താവുമായി കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഒരു സ്ഥലത്ത് ജീവിക്കുന്നു. 10 വർഷം കഴിഞ്ഞ് ഇയാൾ മാനസാന്തരപ്പെടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി തെറ്റേറ്റു പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ അദ്ദേഹം എവിടെ പോകണം? ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? പ്രിയമുള്ളവരെ, നേരിട്ട് മാപ്പ് പറയാൻ പറ്റാത്ത, അപ്രായോഗികമായ, നേരിട്ട് മാപ്പ് പറയേണ്ടത് ആരോടാണെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാത്ത, ഉദാഹരണത്തിന് അഴിമതി ചെയ്യുന്ന ഒരാള് അനധികൃതമായി ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കുകയാണ്. എന്നാൽ ഈ വ്യക്തിക്ക് അനധികൃതമായ രീതിയിൽ ജോലി കൊടുത്തില്ലെങ്കിൽ അവിടെ ജോലിക്ക് കയറേണ്ടിയിരിക്കേണ്ടത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അയാൾ ആരാണെന്ന് തന്നെ ഇദ്ദേഹത്തിന് അറിയത്തില്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം കുറ്റം ചെയ്തത് ആ വ്യക്തിയോടാണ്. ഇങ്ങനെ അഴിമതി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ അഴിമതി പ്രവർത്തിച്ച വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ ആരോട് പോയി മാപ്പ് പറയും? ഇങ്ങനെ നമുക്ക് മാപ്പ് പറയേണ്ടത് ആരോടാണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഒരു പാപം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കാത്ത തലങ്ങളിലാണ്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിദ്യാഭ്യാസം ചെയ്തില്ല, അവൻ സ്വയം തന്നെ ഉപദ്രവിച്ചതാണെന്നാണ് അവന്റെ വിചാരം. സത്യത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു സത്യം കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ആ ചില കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പോകുമ്പോൾ അദ്ദേഹത്തിന് പിന്നീടുണ്ടാകുന്ന വിജയങ്ങളും അതുവഴി അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടാകുന്ന നന്മകളും എല്ലാം അവിടെ തീരുകയാണ്. ഇങ്ങനെ ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ തെറ്റിന്റെ ഫലം അനുഭവിക്കുന്നത് പലപ്പോഴും പ്രിയമുള്ളവരെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത, ഒരുപക്ഷെ ചിലപ്പോൾ പഠിക്കാത്ത വ്യക്തി അദ്ദേഹത്തിന്റെ തലമുറയോടാണ് തെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ദൈവം ഒരു IAS കാരനാകാൻ നിശ്ചയിച്ച ഒരാള് അദ്ദേഹം ഉഴപ്പിയിട്ട് അദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനായി എന്ന് വിചാരിക്കുക. അദ്ദേഹം ഇലക്ട്രീഷ്യനായിട്ട് നല്ല ജോലികൾ ചെയ്യും. എന്നാൽ അദ്ദേഹം IAS കാരനായിരിക്കുമ്പോൾ അദ്ദേഹത്തിലൂടെ ദൈവം നന്മ വർഷിക്കേണ്ടിയിരുന്ന ഒരുപാട് പേർക്ക് അദ്ദേഹത്തിന് പകരം വന്നയാള് നന്മകൾ നിഷേധിക്കുകയാണ്. എന്താണ് സംഭവിക്കുക? ഇദ്ദേഹം അറിയാത്ത ആൾക്കാരോട് ഇദ്ദേഹം തെറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാത്ത മേഖലയിൽ പോലും സമൂഹത്തോട് നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണം മാത്രം പറയുന്നതാ. നമ്മുടെ ഒരു തെറ്റിന് നമ്മൾ ഉദ്ദേശിക്കാത്ത ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ആ കള്ളം പറയുമ്പോൾ നമ്മുടെ ഗ്രേസ് നഷ്ടപ്പെടുകയാണ്. ഗ്രേസ് നഷ്ടപ്പെടുന്നതിലൂടെ നമുക്ക് ഗ്രേസ് ഉണ്ടായിരുന്നാൽ ഈ ലോകത്തിന് സംഭവിക്കേണ്ട കൃപകൾ മുഴുവൻ തടയുകയാണ്. ഞാൻ ഗ്രേസിലാണെങ്കിൽ എൻ്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ ഗ്രേസ് അല്ലേ? അപ്പോൾ ഞാൻ ഗ്രേസ് നഷ്ടപ്പെടുത്തിയാൽ എൻ്റെ ചുറ്റുവട്ടത്തിന് മുഴുവൻ വരേണ്ട ഒരു ഗ്രേസ്, കൃപ, പ്രകാശം ഞാൻ തടയുകയാണ്. അങ്ങനെ എനിക്ക് മനസ്സിലാകാത്ത എത്രയോ വ്യക്തികളോടാണ് ഞാൻ പാപം ചെയ്യുന്നത്. ഇവരോടൊക്കെ പോയി ഞാൻ എങ്ങനെ മാപ്പ് പറയും? പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റൂ. ദൈവം ഈ മനുഷ്യരുടെ എല്ലാം പ്രതിനിധിയായി ഒരു മനുഷ്യനെ തരുമ്പോൾ ആ മനുഷ്യനോട് പോയി നമ്മൾ സോറി പറഞ്ഞാൽ, ആ മനുഷ്യൻ്റെ അടുത്ത് പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിയോട് നമ്മൾ ചെയ്യുന്ന തെറ്റിന് ചിലപ്പോൾ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ അതിനുള്ള പരിഹാരം ചെയ്യുമ്പോൾ, അതിനുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ അതൊരു പരിഹാരമായി മാറുന്നത് പോലെ ദൈവം ഈ പാപമോചന അധികാരം മനുഷ്യന് കൈമാറ്റം ചെയ്യപ്പെട്ടതിരിക്കുന്നതിനാൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വ്യക്തിയോട് പോയി മനുഷ്യരുടെ പ്രതിനിധിയും ദൈവത്തിൻ്റെ പ്രതിനിധിയുമായ അദ്ദേഹത്തെ കണ്ട് നമ്മൾ മാപ്പ് പറയുമ്പോഴാണ് ശരിക്കും ആ ഒരു കർമ്മം പൂർത്തിയാവുക. അപ്പോഴാണ് നമ്മളിലേക്ക് ആ കൃപ കടന്നു വരിക. അപ്പൊ ചിലർ പറയും, ഇങ്ങനെ കുമ്പസാരം എന്ന് പറയുന്ന ഒരു സംഭവം ഉള്ളത് കൊണ്ട് പാപം ചെയ്യാനുള്ള പ്രചോദനമാണ് ഉണ്ടാകുന്നത്. കാര്യം കുമ്പസാരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ആളുകൾ പാപം ചെയ്യും. വിഡ്ഢിത്തമാണ്. എൻ്റെ കൂടെ ഒരു നിമിഷം ചിന്തിക്കണം. ഈ ലോകത്ത് നമ്മൾ ഈ ചെയ്യുന്ന പാപങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്ന ദൈവവിശ്വാസമില്ലാത്ത ആൾക്കാർ അത് ആവർത്തിച്ച് ചെയ്യാനുള്ള കാരണം കുമ്പസാരമാണോ? അപ്പൊ കുമ്പസാരം ഉള്ളത് കൊണ്ടാണോ കുമ്പസാരം ഇല്ലാത്തവരും കുമ്പസാരത്തിൽ വിശ്വാസമില്ലാത്തവരും ഒക്കെ പാപം ചെയ്യുന്നത്? അല്ല, അവർ തുടർച്ചയായി പാപം ചെയ്യുന്നത് ആ പാപത്തിന്റെ ബന്ധനമായതുകൊണ്ടാണ്. നമുക്കും തുടർച്ചയായി പാപം ചെയ്യാൻ തോന്നുന്നത് കുമ്പസാരം ഉള്ളത് കൊണ്ടാണെന്ന് അങ്ങനെ ഒരിക്കലും ചിന്തിച്ചിട്ട് കുമ്പസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പാപം ചെയ്യാൻ പാടില്ല. പക്ഷെ കുമ്പസാരം എന്നൊരു ശുശ്രൂഷ ഇല്ലായിരുന്നെങ്കിലും ആവർത്തിച്ച് പാപം ചെയ്യുന്ന സ്വഭാവമുള്ളവൻ ആവർത്തിച്ച് പാപം ചെയ്യുക തന്നെ ചെയ്യും. അവൻ അതിനകത്തുനിന്ന് മാറ്റം വരേണ്ടതിന് കുമ്പസാരത്തോടൊപ്പം നിരവധിയായ കാര്യങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കുമ്പസാരം സത്യം പറഞ്ഞാൽ ഒരു പ്രത്യാശയാണ്. കാരണം ഞാൻ പറയാം, ഇപ്പോൾ ഞാനൊരു പാപം ചെയ്തു, ഞാൻ വീണ്ടും ഒരു പാപം ചെയ്തു. അപ്പോൾ എനിക്ക് പാപമോചനം എങ്ങനെ കിട്ടുന്നു എന്നൊരു അറിവില്ല. ഇത് കിട്ടാനായിട്ടൊരു മാർഗവുമില്ല. ഇത് കുമ്പസാരം ഇല്ലെങ്കിൽ ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നവർക്ക് ഇത് തന്നെയാണ് ബാധകം. കാരണം അവർ ദൈവത്തോട് പാപം ചെയ്തിട്ട് നേരിട്ട് പറഞ്ഞാൽ മതിയല്ലോ, മാപ്പ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുമ്പസാരം അല്ലെങ്കിൽ പാപമോചനം കിട്ടുന്ന ഈ പ്രക്രിയ തന്നെ ചിന്തിക്കുക. കുമ്പസാരിക്കുമ്പോൾ എനിക്ക് പാപമോചനം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാപം ചെയ്യുന്നൊരവസ്ഥയല്ല. കുമ്പസാരിക്കാൻ ഒരു അവസരമില്ലാതിരുന്നുവെങ്കിൽ ഒരു പാപം ചെയ്യുമ്പോൾ ഞാൻ തളർന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ആ പാപത്തിൽ തന്നെ ജീവിക്കാൻ ഒരു പ്രചോദനം വരും. എന്നാൽ കുമ്പസാരം എന്ന ശുശ്രൂഷ അവിടെ ഉള്ളത് കാരണം ഒരു പാപം ചെയ്യുമ്പോൾ എനിക്ക് ഇനി പ്രത്യാശ കിട്ടുകയാണ്. ദൈവമേ,
ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാം, ഞാൻ പോയി കുമ്പസാരിക്കുമ്പോൾ വീണ്ടും ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരു പ്രചോദനം കിട്ടും. ഒരിക്കലൊരു പെൺകുട്ടിയും ആൺകുട്ടിയും സഹോദരങ്ങളാണ്. അവരുടെ വീട്ടിൽ അവരിങ്ങനെ നടക്കുകയാണ്. എല്ലാ ജോലികളും ചെയ്യണം, വലിയ പൈസക്കാരാണ്, പക്ഷേ ഇവർക്ക് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഈ മോന് ആടുകളെ മേയ്ക്കും, ചിലപ്പോൾ താറാവുകളെ മേയ്ക്കും, പാത്രം കഴുകും. ഒരു ദിവസം താറാവുകളെ മേയ്ക്കുന്ന സമയത്ത് ഇവൻ്റെ കൈകൊണ്ടൊരു താറാവ് ചത്തു. ഒരുപാട് താറാവ് ഉള്ളത് കൊണ്ട് ആരും മനസ്സിലാക്കത്തില്ലെന്ന് വിചാരിച്ച് ഇവൻ ഈ താറാവിനെ കുഴിച്ചു മൂടി, ആരോടും പറഞ്ഞില്ല. എന്നാൽ പിറ്റേ ദിവസം സഹോദരിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട തുണിക്കൂട്ടങ്ങൾ സഹോദരി ഇവൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടിട്ട് പറഞ്ഞു, ഈ തുണിയൊക്കെ ഒന്ന് കഴുകുക. അപ്പോൾ അവൻ ചോദിച്ചു, എന്തിനാ, ഇത് നിൻ്റെ ജോലിയല്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു. എന്ത്? താറാവ്. അപ്പോൾ അവന് പേടിയായി. താറാവിൻ്റെ കാര്യം അമ്മയോട് പറയുമെന്ന പേടി കാരണം ഇവളിട്ട തുണിക്കൂട്ടം അവൻ കൊണ്ടുപോയി കഴുകി. രാത്രിയായപ്പോൾ അവൾക്ക് കഴുകേണ്ട പാത്രങ്ങൾ അവനെ ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ താറാവിൻ്റെ കാര്യം അമ്മയോട് ഇവൾ പറയുമെന്ന പേടി കാരണം, ഇവളിത് കണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭയം നിമിത്തം അവൾ ഏൽപ്പിക്കുന്ന സകല ജോലിയും ഇവൻ ചെയ്യാൻ തുടങ്ങി. ഒരു 3 ദിവസമായപ്പോൾ ഇവൻ ആകെ ക്ഷീണിച്ച് തളർന്ന് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവൻ്റെ അമ്മ അടുത്ത് വന്ന് ചോദിച്ചു, നീ എന്തിനാടാ വിഷമിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, നീ ഇപ്പോൾ അവളെ സഹായിക്കുകയാണല്ലോ, നീ മുഴുവൻ ജോലിയും ചെയ്യുകയാണല്ലോ, അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ തളർന്നിരിക്കുന്നത്. ഒന്നുമില്ലമ്മേ, ചേച്ചിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, സഹായിക്കാനാണ്. ഇവനൊന്നും പറയുന്നില്ല. അപ്പോൾ അമ്മ അവൻ്റെ താടി പിടിച്ചുയർത്തിയിട്ട് ചോദിച്ചു, എടാ നീ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു, അവൾക്ക് നിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവൻ ചോദിച്ചു, എന്ത്? ഞാൻ കണ്ടായിരുന്നു, നീ താറാവിനെ കൊന്ന് കുഴിച്ചു മൂടുന്നത് ഞാൻ കണ്ടായിരുന്നു. നീ എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മേ ഞാൻ അങ്ങനെ ചെയ്തു പോയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ എന്ത് ചെയ്യാനാ? അതെന്നോട് പറയാനുള്ള മടി കാരണം, അതുള്ളിൽ വെച്ചിരുന്നത് കാരണം നീ കാണുന്ന അടിമത്തത്തിൽ മുഴുവൻ കിടന്ന് വ്യാപരിച്ചില്ലേ? പ്രിയമുള്ളവരെ, ദൈവവും ഇന്ന് നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത്, നീ എന്നോട് എനിക്ക് തെറ്റുപറ്റിപ്പോയി കർത്താവേ എന്ന് സോറി പറയാനായി ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന മാർഗത്തെ നീ സമീപിച്ച് സ്വാതന്ത്ര്യം പ്രാപിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം പിശാച് നിന്നെ അടിമത്തത്തിൽ വയ്ക്കുന്ന ഒരു സാഹചര്യം നിനക്കുണ്ടാകുമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോട് സോറി പറയാനുള്ള മടി കാരണം, ഒരു ദിവസം ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെന്ന് എല്ലാ പാപങ്ങൾക്കും മാപ്പ് പറഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള മടി കാരണം വീണ്ടും വീണ്ടും ആ പാപത്തിൻ്റെ ഫലമായി വരുന്ന അനേകം അടിമത്തങ്ങൾ പേറുകയാണ് നമ്മൾ. അതിനാൽ ഇന്ന് നമ്മളൊരു തീരുമാനമെടുക്കണം, ഞാൻ സ്ഥിരമായി ദൈവസന്നിധിയിലേക്ക് പോകും. പ്രിയമുള്ളവരെ, വിശുദ്ധർ പോലും ആഴ്ചയിൽ 2-3 ചിലപ്പോഴൊക്കെ ഒരു ദിവസം തന്നെ 1-ലധികം പ്രാവശ്യം കുമ്പസാരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതങ്ങനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ലെങ്കിലും ഒരു പാപത്തിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് മനസ്സിലായാൽ എത്രയും പെട്ടെന്ന് കുമ്പസാരിക്കാൻ ഓടുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകണം. സഭയിൽ ഈശോ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ഭാഗ്യത്തിൻ്റെ, വിമോചനത്തിൻ്റെ മനോഹരമായ ശുശ്രൂഷയാണ്. ഈ ശുശ്രൂഷ ഇന്ന് സഭയിൽ നടക്കുന്നുണ്ടല്ലോ. ഓടി കുമ്പസാരക്കൂട്ടിൽ അണയണം. 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണമെന്ന സ്വാതന്ത്ര്യം നമ്മൾ എടുക്കണം. വ്യക്തികളെ നോക്കരുത്, വൈദികരെ നോക്കരുത്, അവർക്ക് ദൈവം നൽകിയിരുന്ന അധികാരമാണ് നോക്കേണ്ടത്. ഒരിക്കലൊരു ഇടവക വികാരി എന്നെ, ഡാൻസ് അറിയാത്ത, പാട്ടറിയാത്ത എന്നെ അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ ഡാൻസിൻ്റെയും പാട്ടിൻ്റെയും ജഡ്ജാക്കി മാറ്റി. പ്രിയമുള്ളവരെ, ഞാൻ ആ ജഡ്ജായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും, എനിക്ക് ഡാൻസും അറിയില്ല, പാട്ടും അറിയില്ല. പക്ഷേ അവർക്കൊരു കാര്യം അറിയാം, എനിക്ക് അധികാരം നൽകിയത് വികാരിയച്ഛനാണ്. അധികാരം നൽകിയത് കാരണം എനിക്കറിയാമോ അറിയത്തില്ലയോ, എനിക്ക് കുറവുണ്ടോ കുറവില്ലയോ എന്നതവിടെ വിഷയമല്ല. അധികാരം നൽകിയവൻ ആരോ അവൻ്റെ വാക്കിനാണ് വില. അത് കാരണം ഞാൻ അവിടെ ഇരുന്ന് മാർക്കിട്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിൽ നമ്മൾ നോക്കേണ്ടത് ആയിരിക്കുന്ന മനുഷ്യനെയല്ല, വൈദികനെയല്ല, ആ മനുഷ്യൻ അധികാരം നൽകിയവനാണ്. അവനാണ് അവിടെ നമുക്ക് വേണ്ടി ആയിരിക്കുന്നത്. അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് നമുക്ക് ഓടിയണയാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കുമ്പസാരം എന്ന മഹനീയ ശുശ്രൂഷ തന്ന് ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ അങ്ങ് കാണിക്കുന്ന തിരുമനസ്സിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയുന്നു. നാഥ, ഞങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരും ഞങ്ങളുടെ സഹോദരങ്ങളും കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി അണയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി തീരുമാനമെടുത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കതിനുള്ള അവസരങ്ങൾ നൽകണമേ. കുമ്പസാരിക്കാനാവാതെ അതിനുള്ള തീരുമാനമെടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന സകലർക്ക് വേണ്ടിയും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരോട് കരുണയാകണമേ. കുമ്പസാരത്തിലുള്ള വിശ്വാസവും കുമ്പസാരിക്കുവാനുള്ള അവസരവും നൽകി നീ അവരെ ആശ്വസിപ്പിക്കണമേ. വിടുതൽ നൽകി സ്വതന്ത്രരാക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.